ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ഹജ്ജാണല്ലോ നമ്മൾ മനസ്സിലാക്കി പോരുന്നത്. സൂറത്ത് ഹജ്ജ് എന്നുള്ള പേര് കിട്ടാൻ കാരണമായ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന ഹജ്ജ് എന്ന മഹത്തായ ആരാധനാകർമ്മത്തിൽ ബലിയറുക്കപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അള്ളാഹുവിൻ്റെ ഷായറുകളെ സംബന്ധിച്ചും ആ ഷായറുകളോട് നമ്മൾ മഹത്വം കാണിക്കേണ്ടതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബലിമൃഗങ്ങളെ സംബന്ധിച്ചും ആ ബലിമൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത അവധി വരേക്ക് പ്രയോജനമുണ്ട് എന്നും പിന്നീട് ആ ബലിമൃഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്, അത് പുരാതനാലയമാകുന്നു അഥവാ ബൈത്തുൽ അതീഖ് ആകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. മാഷാ അല്ലാഹ്. ഇന്ന് ഞാൻ ഓതി വെച്ച 34 അതുപോലെ തന്നെ 34-ാമത്തെ ആയത്ത് നമ്മൾക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്? വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആമി ഫഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട ആയത്തിലേക്ക് തന്നെയാണ് വീണ്ടും ശ്രദ്ധ ക്ഷണിക്കുന്നത്. അത്തരം കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നർത്ഥം. അതായത് അള്ളാഹു പറയുന്നു വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, നിശ്ചയമായും എല്ലാ സമുദായത്തിനും അള്ളാഹു മൻസക്കുകളെ, കർമാനുഷ്ഠാന മുറകളെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ മൻസക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ബലികർമ്മങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മൃഗങ്ങളെ ബലി ചെയ്യുക എന്നുള്ള കർമ്മം മുസ്ലിം സമുദായത്തിന് അഥവാ നബി തിരുമേനിയുടെ ഉമ്മത്തിന് മാത്രം നിശ്ചയിക്കപ്പെട്ട ഒന്നല്ല എന്നും മുമ്പുള്ള സമുദായങ്ങൾക്കെല്ലാം ദൈവീക മതസമുദായങ്ങളിലെല്ലാം ബലി സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ ആചരണ രീതിയിൽ വ്യത്യാസമുണ്ടായിരിക്കുമെങ്കിലും എല്ലാത്തിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ് എന്നും അള്ളാഹു വ്യക്തമാക്കുകയാണ്. അപ്പോൾ വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, കണ്ടോ, ഓരോ സമുദായത്തിനും ആരാധനാകർമ്മങ്ങളുണ്ട് എന്നർത്ഥം. എന്തിനു വേണ്ടി എന്നാണ് ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും, ആ ആരാധനാകർമ്മങ്ങളെ, ആ കർമാനുഷ്ഠാന മുറകളെ അല്ലെങ്കിൽ ബലികർമ്മങ്ങളെ നിങ്ങൾ നടത്തേണ്ടത് അള്ളാഹുവിൽ മാത്രമാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്നാണ്. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും, നിങ്ങൾക്ക് അവൻ നൽകിയതിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ നാമത്തെ നിങ്ങൾ ഓർക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി, കീർത്തനം ചെയ്യാൻ വേണ്ടി എന്നാണ്. എന്തിൽ നിന്ന്? മിൻ ബഹീമത്തിൽ അൻആമി, മിൻ ബഹീമത്തിൽ അൻആമി, കന്നുകാലി മൃഗങ്ങളിൽ നിന്ന്. എന്നിട്ടോ ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, ഫഇലാഹുക്കും എന്നാൽ നിങ്ങളുടെ ഇലാഹ് ആരാധ്യൻ, ഇലാഹും വാഹിദ്
ഏക ഇലാഹാണ്. ഫലഹു, ആകയാൽ അവന് വേണ്ടി അസ്ലിമു, നിങ്ങൾ കീഴ്പ്പെടുവിൻ. വബശ്ശിർ, എന്നിട്ട് നബിയോട് പറയാണ്, വബശ്ശിരിൽ മുഖ്ബിതീൻ, നബിയെ വിനീതന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഒന്നിച്ചുള്ള അർത്ഥം വായിക്കുമ്പോൾ ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാകർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു നൽകിയിട്ടുള്ള കന്നുകാലി മൃഗങ്ങളെ അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവൻ അറുക്കേണ്ടതിനു വേണ്ടിയത്രേ അത്. നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു, അതിനാൽ അവന് മാത്രം നിങ്ങൾ കീഴ്പ്പെടുക. നബിയെ വിനീതന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഏകനായ ഇലാഹായതുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ആ ഏകനായ ഇലാഹിന് മാത്രമേ അർപ്പിക്കാവൂ എന്നും അവന് മാത്രമേ കീഴ്വണങ്ങാവൂ എന്നും വിനീത ഹൃദയന്മാരായ ആളുകൾക്കാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുക എന്നും അത്തരം കർമ്മങ്ങൾ അവർക്കാണ് ഫലപ്രദമാകുക എന്നും അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുകയാണ്. ഫഇലാഹുക്കും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു. നമുക്കറിയാം, ഫലഹു അസ്ലിമു, അവന് വേണ്ടി നിങ്ങൾ കീഴ്പ്പെടണം. അൽ ഇസ്ലാം, കീഴ്വണക്കം എന്നുള്ളത്, കീഴൊതുങ്ങുക എന്നുള്ളത് ത്വരീഖുൻ ദാരിസ്സലാം, അത് സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണ് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു കീഴ്പ്പെടൽ നിങ്ങൾ കീഴ്പ്പെടണം അവനു വേണ്ടി, ആ ഏകനായ ഇലാഹിന് വേണ്ടി എന്ന് പ്രസ്താവിക്കുന്നു. എന്നിട്ട് നബിയോട് കൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൽപ്പന, വബശ്ശിർ, നബിയെ താങ്കൾ അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണം. എങ്ങനെയുള്ള ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഖൈറുണ്ട് എന്നുള്ള സന്തോഷവാർത്ത നീ അവർക്ക് അറിയിച്ചു കൊടുക്കണം. എങ്ങനെയുള്ള ആളുകളാണ് അവർ? അൽ മുഖ്ബിത്തീൻ, നമുക്കറിയാം മുഖ്ബിത്ത് അൽ ഖാലിഅ എന്നർത്ഥം, വിനയപ്പെട്ടവൻ. അൽ ഖാലിഅ ലി റബ്ബിഹി, തൻ്റെ റബ്ബിനു വേണ്ടി വിനയപ്പെട്ടവന് വേണ്ടി ഇരുലോകത്തും നന്മയുണ്ട് എന്നുള്ള സന്തോഷവാർത്ത കൂടി നീ അവർക്ക് അറിയിച്ചു കൊടുക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ബലികർമ്മവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, മൻസക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ ബലികർമ്മങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ബലികർമ്മങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, എന്ത്, ആർക്ക് വേണ്ടി ചെയ്യണം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, മുൻ സമുദായങ്ങൾക്കെല്ലാം അത് നിശ്ചയിക്കപ്പെട്ടതാണ്. എന്തിൽ നിന്നാണ് ബലികർമ്മം നടത്തേണ്ടത്, എങ്ങനെയുള്ള മനസ്സുകൾക്കാണ് ബലികർമ്മം ഫലപ്പെടുക, എങ്ങനെയുള്ള ഒരു വിധേയത്വമാണ് റബ്ബിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പ്രസ്താവിക്കുകയാണ്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും. അവിടെ ലിയദ്കുറു ഇസ്മല്ലാഹ് എന്ന് പറഞ്ഞത്, അതായത് ആ ബലികർമ്മങ്ങളെ നിങ്ങൾ അവൻ്റെ നാമം നിങ്ങൾ പറയേണ്ടത് അലാമാ റസഖഹും എന്നാണ്. അലാമാ റസഖഹും നമ്മളവിടെ അടിവരയിട്ട് മനസ്സിലാക്കണം, അവൻ അവർക്ക് നൽകിയതിൻ്റെ മേലാണ് അള്ളാഹുവിൻ്റെ നാമത്തെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മൻസക്കുകൾ ഏർപ്പെടുത്തിയത് എന്ന്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബലികർമ്മങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ട മൃഗങ്ങളെ ബലിയെറുക്കുന്നതിന് മുമ്പ് അവയെ നമ്മൾക്ക് ഖൈറിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാഹനങ്ങളായിട്ട് ഉപയോഗിക്കാമെന്നും അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബലികർമ്മങ്ങളിൽ നിന്നാണ് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ആ മൻസക്കിനെ അല്ലെങ്കിൽ ആ ബലികർമ്മത്തെ നിങ്ങൾ ചെയ്യേണ്ടത് എന്നും അങ്ങനെയുള്ള ബലികർമ്മത്തിൻ്റെ പിന്നിലുള്ള മനസ്സ്, അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ വിധേയത്വം എങ്ങനെയുള്ളതായിരിക്കണം എന്നും, ആരാണ് ഇലാഹ്, ആ ഇലാഹിൻ്റെ അല്ലാഹു സുബ്ഹാനഹു തആല ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, ഏകനായ റബ്ബിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുഴുവൻ ആരാധനാ കർമ്മങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് എന്നും എല്ലാം വളരെ വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ ചിട്ടയായി മനസ്സിലാക്കിക്കൊണ്ട്, വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് യഥാവിധി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരുടെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം മുഴുവൻ മൻസക്കുകളും
ആരാധനാ കർമ്മങ്ങളും ബലികർമ്മങ്ങളുമെല്ലാം ചെയ്യുന്ന അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.